സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നോക്കിയാൽ പിന്നിലോട്ടും തിരിഞ്ഞു നോക്കിയാൽ കർത്താവെ അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നു തന്ന അവസരങ്ങളൊക്കെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരു നാളൊന്നും മറന്നു പോകാതെ എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ, വാഴ്ത്തുവാൻ, സഹോദരി സഹോദരങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നാട്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ രണ്ടുപേരെയും പുതുമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നിർമ്മിക്കുന്നു. അവർക്ക് നൽകി കൊടുത്തിരിക്കുന്ന പൈതങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ അയക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ളംകരങ്ങളിൽ കാത്തുകൊള്ളണേ. ദിവ്യവേദങ്ങളെ പ്രത്യേകമായി ഞങ്ങളുടെ കൃപയിൽ കാത്തുകൊള്ളണേ. വിളിച്ചുകൊള്ളണേ. ദൈവത്തിന്റെ കൃപയുള്ള പൈതങ്ങളായി വളർന്നു വരുവാൻ സഹായിച്ചാണ്. സ്തോത്രം. സകലത്തിനുപരിയായി ഞങ്ങളൊക്കെ എപ്പോഴും അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങയോട് ആലോചന ചോദിച്ച് അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെയൊക്കെയും സഹായിച്ചാട്ടെ. ഓരോ നിമിഷവും അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെയും ജീവിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഏറ്റുപറയുന്ന കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി യാചിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. വീണ്ടും സെന്നിയെയും ഷൈനിയെയും കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. അമ്മാമിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുവാനായിട്ട് ഒരു അവസരം കൂടി തന്നോർത്ത് നന്ദിയോട് സ്തോത്രം. സെന്നിക്കും ഷൈനിക്കും അമ്മാമ്മയുമായിട്ട് പരിചയപ്പെടുവാനും അവസരം ഒരുക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം കർത്താവെ. എപ്പോഴും പരസ്പരം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സ്വർഗീയ കൃപയിൽ കാത്തു പരിപാലിക്കണം. ഇപ്പോൾ അടിയങ്ങൾ കടന്നു പോകുന്നു. പിരിയാത്ത സാന്നിധ്യം ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും പ്രത്യേകമായും സെന്നിയോടും ഷൈനിയോടും കൂടെ ഞങ്ങളുടെ കൃപയും സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അടിയങ്ങളോടുകൂടി ഞങ്ങളുടെ കൃപ ഉണ്ടായിരിക്കണം. യാത്രയിലൊക്കെയും കൂടെ ഉണ്ടായിരിക്കുന്നു. സ്വർഗീയ കൃപയിൽ ഭരമേൽപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ